ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ നിയമ നടപടിക്കൊരുങ്ങി രാഹുൽ ഗാന്ധി. പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. വെടിവെപ്പ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം സ്റ്റേഷനിലെത്തിയത്. വിവരങ്ങളുമായി വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു. വൈഷ്ണ, ഏതായാലും ഡൽഹിയിൽ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതേ ദീപ്തി, ഡൽഹിയിൽ ഇപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. CJP പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഈ നിയമ നടപടി സ്വീകരിക്കണം, അതുപോലെ കേസിൻ്റെ അപ്ഡേഷൻസ് അറിയണം, പുതിയ പരാതി രജിസ്റ്റർ ചെയ്യണം എന്നീ ആവശ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്. ഈ പുതിയ പരാതി രജിസ്റ്റർ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഇതിലൊരു അപ്ഡേഷൻ ഉണ്ടാകുന്നത് വരെ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്താൽ മാത്രമേ ഇതിന് ഇവിടുന്ന് പോവുകയുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുള്ളത് സാഹിൽ ലോച്ചവെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ കണ്ണിന് പരിക്കേറ്റ ഈ വിദ്യാർത്ഥി, പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ കണ്ണിന് പരിക്കേറ്റ ഈ വിദ്യാർത്ഥി കണ്ണട ധരിച്ചാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ കഴിഞ്ഞ 14-ന് ഈ വിദ്യാർത്ഥി രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഈ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. തുടർന്ന് 17-ന് ഇമെയിൽ വഴിയും കംപ്ലൈൻറ്റ് നൽകിയിരുന്നു. ഇതും സ്വീകരിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുക്കാനും ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്താനും തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 11:50 കൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഗ്രൂപ്പിൽ രാഹുൽ ഗാന്ധി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞൊരു 2 വരി ഇടുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം, ഒരു ഡൽഹി ഒരു നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത്. DCP ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത്. ആദ്യം മന്ദർമാർഗ് പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണ പുരോഗതി അറിയണം, പുതിയ പരാതി നൽകണം, കേസ് രജിസ്റ്റർ ചെയ്യും വരെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ തുടരാനാണ് തീരുമാനം. രാഹുൽ ഗാന്ധി അവിടെ എത്തിയത് അറിഞ്ഞ് MLA മാരും മന്ത്രിമാരും അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരും ചേർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാഹിൽ ലോച്ചവ് എന്ന വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ കുടുംബവും രാഹുൽ ഗാന്ധിയോടൊപ്പമുണ്ട്. നീതി കിട്ടും വരെ സ്റ്റേഷനിൽ തുടരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ വിദ്യാർത്ഥി അടക്കം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആണ് പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുമായി നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു. ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി പരാതിപ്പെട്ടിട്ടും കേസെടുക്കാൻ ആരും തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു വിദ്യാർത്ഥിയെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. വിദ്യാർത്ഥികളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതിൻ്റെ ദൃശ്യങ്ങളടക്കം രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അമിത്ഷായ്ക്ക് എതിരെ വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ഈ അമിത്ഷാ ഈ ഒരു ആക്രമണം അറിഞ്ഞില്ലേ? അമിത്ഷായുടെ ഉത്തരവിലാണോ ഈ ഒരു ആക്രമണം നടത്തിയത്? അമിത്ഷാ അറിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതുപോലെ തന്നെ പാർലമെന്റിലും ഈ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പാർലമെന്റിൽ ഇതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. പാർലമെന്റിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നുവെങ്കിലും അമിത്ഷാ അവിടെ എത്തുകയുണ്ടായില്ല. അതുപോലെ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അമിത്ഷാ അറിയിച്ചുവെങ്കിലും അവസാന നിമിഷം ആ ഒരു ചർച്ചയ്ക്ക് അമിത്ഷാ എത്തിയില്ല. എത്തിയ നിമിഷം പാർലമെൻറ്റ് പിരിയുകയായിരുന്നു. അങ്ങനെ അമിത്ഷാ മറുപടി പറയാതെ ഉള്ളൊരു കാര്യവും രാഹുൽ ഗാന്ധി തുടർച്ചയായി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ പരാതി സ്വീകരിക്കാത്തതിലാണ് ഈ വിദ്യാർത്ഥിയുമായി രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ദീപ്തി, ശരി. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്. വഞ്ചന കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വയനാട്ടിലെ